സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗൈൻ. അപ്പോൾ നമ്മുടെ ചാർട്ട് ബീറ്റ് TSPയുടെ 2023 ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് നമ്മൾ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഷോയും നമ്മൾ നടത്തിയിട്ടില്ലായിരുന്നു. അതിൻ്റെ കാര്യം ഞാൻ ടെലഗ്രാമിൽ കൂടെ അപ്ഡേറ്റ് ചെയ്തതാണ്. വേറെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നെയാണ്. അതിൻ്റെ അപ്ഡേഷൻ എല്ലാവരും ഇന്നലെ നമ്മുടെ ചാനലിലൂടെ അറിഞ്ഞാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് വിത്ത് TSP എന്ന് പറഞ്ഞ ഈ ഒരു പരിപാടി ഒന്ന് ലോഞ്ച് ചെയ്യാനും അതിൻ്റെ കുറച്ച് പരിപാടികളും അതിൻ്റെ കുറച്ച് ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. ആക്ച്വലി ഇന്നത്തെ ദിവസമാണ് ഞാൻ കുറേ ദിവസത്തിന് ശേഷം ട്രേഡ് ചെയ്യുന്നത്, മീൻസ് ട്രേഡിലിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ കണ്ടതും കേട്ടതും നമ്മുടെ ഗ്രൂപ്പിലെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതലും ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ സന്തോഷം. അപ്പോൾ നാളെ മുതൽ ഒന്നുകൂടെ ഒന്ന് ട്രേഡ് ചെയ്യാനിരിക്കണം. പിന്നെ അതുപോലെ ഇന്നെൻ്റെ ഫേസ് കാണാത്തത് തന്നെ വേറെ ഒന്നുമല്ല, ലാപ്ടോപ്പിന് എന്താ പറ്റിയെന്ന് അറിയാൻ വയ്യ. പെട്ടെന്നൊരു ടെക്നിക്കൽ എററാണെന്ന് തോന്നുന്നു, ക്യാമറ ആക്സസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തോ ഒരു ഇഷ്യൂ ആണ്, അതുകൊണ്ട് ഇന്നിങ്ങനെ അങ്ങ് സംസാരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിവേസ് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ദിവസം, ആദ്യത്തെ ട്രേഡിംഗ് ഡേ എല്ലാവർക്കും നല്ലതാണെന്ന് വിചാരിക്കുന്നു. നല്ലതല്ലെങ്കിൽ പോലും മോശമല്ലാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതുകൊണ്ടാണ് മെയിനായിട്ട് ഇന്ന് കയറാതിരുന്നത്. കാര്യം മാർക്കറ്റിൽ കഴിഞ്ഞൊരു 1.5 ആഴ്ചയായിട്ട് ഞാൻ ഓവർ അങ്ങനെ ട്രേഡ് ചെയ്യുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ സഡനായിട്ട് കയറി നമ്മൾ ചാടി കയറി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നഷ്ടത്തിലോട്ട് പോകത്തതേ ഉള്ളൂ. അതുകൊണ്ട് വളരെ കൺട്രോൾഡ് ആയിരുന്നു. രാവിലെ 9:15 മുതൽ വൈകിട്ട് 3:30 വരെ മാർക്കറ്റിൽ തന്നെ ഇരുന്നു. പ്രത്യേകിച്ച് ട്രേഡോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. പല അനാലിസിസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തി ഒരുപാട് പേരുടെ നമ്മൾ തന്നെ ബഡീസിൻ്റെ തന്നെ ഒരുപാട് സ്റ്റഡിയും കാര്യങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്നും മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ ചാർട്ട് എടുക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. ഐ മീൻ സൈക്കോളജി പരിപാടി ഞാൻ അത്രയും സ്ട്രോങ് അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു എൻട്രി എക്സിറ്റിനെ പറ്റി പറയാതെ കുറേ ഓപ്പർച്യൂണിറ്റീസ് മാത്രം ഞാൻ ടെലഗ്രാമിൽ ഇട്ടത്. നിങ്ങൾ ടെലഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അതിൽ തന്നെ ഇതൊന്ന് എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. ഇതാണ്ട് ഈ കാണുന്ന പോയിൻറ്റ്സ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നതാണ്. അത് നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിനകത്തോട്ട് നല്ല രീതിയിൽ ഇൻപുട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യാനായിട്ട് നോക്കുക. വളരെ വാലിഡ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ്. നമ്മൾ എല്ലാ ദിവസവും ഇത് ഷെയർ ചെയ്യും. എല്ലാ ദിവസവും പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് മിക്ക ദിവസങ്ങളിലും നമ്മൾ ഒരു ദിവസം മാർക്കറ്റ് ക്ലോസ് ആയി വിത്തിൻ 1 to 2 hours തന്നെ നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ പോയിൻ്റ് എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസ്പെക്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ ഏറ്റവും വലിയ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ ചാർട്ടിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അതിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ അതെങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യും എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ യൂസ് കേസ് എന്നുള്ളതും എല്ലാം ഞാൻ ഇന്നൊന്ന് പറഞ്ഞുതരാം. കാര്യം ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പോയിന്റ് ഇട്ടിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളും ഒരു പ്യുവർ ക്ലാരിറ്റിയോ കാര്യങ്ങളോ കൂടെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല ആക്ച്വലി ഇന്നത്തെ ദിവസം. കാര്യം മാർക്കറ്റ് നിൽക്കുന്ന ഒരു രീതി നിങ്ങൾക്കറിയാം. കഴിഞ്ഞ വർഷം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏറ്റവും അവസാനം കുറേ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ സംഭവിച്ചു. കാര്യം സാന്താക്ലോസ് റാലിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുമല്ല മാർക്കറ്റ് ഒരു 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 ഡിഫിക്കൽട്ട് സോണിലാണ് നിൽക്കുന്നത്. അങ്ങനെ വലുതായിട്ട് കാര്യങ്ങളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. ഇപ്പം CPRൻ്റെ കേസ് നോക്കുവാണെങ്കിലും എല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ CPRലൂടെയും ചാർട്ടിലൂടെയും ലളിതമായിട്ടൊന്ന് വിശദീകരിക്കാം. അതിലൂടെ അത് എന്തായാലും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ട. നമ്മൾ ഇത്രയും ദിവസം ഇത്രയും കാലവും പറഞ്ഞുകൊണ്ടിരുന്ന കണക്ക് ഈ ഒരു സോണിൽ നിന്നൊന്ന് മാറി കിട്ടണം, അതായത് ഈ ഒരു ജാനൊന്ന് താണ്ടി കിട്ടണം, അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന മാർക്കറ്റ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു ട്രെൻഡോ കാര്യങ്ങളോ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ സ്റ്റഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നത്. അതുവരെ നമ്മൾ ഈ തലേന്ന് പറയുന്നതിലുപരി ലൈവ് മാർക്കറ്റിൽ നമ്മുടെ അനാലിസിസ് നമ്മൾ ഷെയർ ചെയ്യും ടെലഗ്രാമിലൂടെ. അതിന് മാത്രം നിങ്ങൾ ഫോക്കസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ലെറ്റ്സ് ജംപ് ടു ദ ചാർട്ട്. സോ ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ മാസത്തിൻ്റെ ആദ്യത്തെ ട്രേഡിംഗ് ഡേയുടെ മന്ത്ലി വ്യൂവും വീക്ക്ലി വ്യൂവും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഡെയിലി വ്യൂവിലോട്ട് ഞാൻ ഇന്ന് പോകുന്നില്ല, കാര്യം വേറെ ഒന്നും അല്ലാതെ ഒന്നും തീരുമാനമാവട്ടെ. അപ്പോൾ മന്ത്ലി വ്യൂവിൽ നിങ്ങൾക്കിപ്പോൾ കാണാം മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് CPRന് താഴെയായിരുന്നു. ഈ കാണുന്ന ഓരോ ക്യാൻഡിൽസ് 1 hour ക്യാൻഡിലാണ്. നിങ്ങൾക്കിവിടെ കാണാം CPRന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. എന്നിട്ട് CPRൻ്റെ ലോവർ പിവട്ടിൽ, അതായത് നമ്മുടെ മന്ത്ലി CPRൻ്റെ ലോവർ പിവട്ടിൽ കിടന്ന് ഇങ്ങനെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു മിക്സ് ക്ലൂ ആണെന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ സാധനം നമ്മൾ വീക്ക്ലി വ്യൂവിലോട്ട് പോകുമ്പോൾ ഈ ആഴ്ച CPRൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. അതിൽ തന്നെ ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ ക്യാൻഡിൽ വളരെയധികം സ്ട്രെങ്ത് ആയിരുന്നു. ഇത് കൂടാതെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു CPR ഡേ ആണ് ഇൻസൈഡ് CPR എന്ന് പറയുന്നത്. അതായത് നമ്മുടെ
തൊട്ട് മുമ്പത്തെ ദിവസത്തെയോ തൊട്ട് മുമ്പത്തെ ആഴ്ചയോടോ തൊട്ട് മുമ്പത്തെ മാസത്തെയോ CPR വൈഡും കറണ്ട് ഡേയിലെയോ കറണ്ട് വീക്കിലെയോ കറണ്ട് മന്തിലെയോ CPR വളരെ നാരോയും അത് തൊട്ട് മുമ്പത്തെ CPRൻ്റെ ഇൻസൈഡ് CPR ആയിട്ട് വരുവാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡേ ഓർ വീക്ക് ഓർ മന്ത് നല്ല രീതിയിൽ ട്രെൻഡിങ് ആവാനുള്ള സാധ്യതയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ സംസാരിക്കുന്നത് വീക്കിലി CPRനെ കുറിച്ചാണ്. അപ്പോൾ ഈ ആഴ്ച പൊതുവേ ഒരു ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ബട്ട് അതെങ്ങോട്ടെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടുള്ളത്. കാര്യം അതാണ് ഞാൻ പറഞ്ഞ മിക്സ് ക്ലൂ ആണെന്ന്. കാര്യം വൈഡ് CPR ആണ്, നമുക്ക് വൈഡ് അല്ല, ഒരു മോഡറേറ്റ് CPR ആണ് മന്ത്ലി, പക്ഷേ ആ CPRൻ്റെ താഴെയാണ്. പക്ഷേ വീക്കിലിയിൽ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലാണ്. വീക്കിലിയിൽ നോക്കുമ്പോഴത്തേക്ക് നാരോ CPR ആണ്, വിച്ച് മീൻസ് ട്രെൻഡിങ് ആണ്. അപ്പോൾ ഈ മാർക്കറ്റ് ഇവിടുന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് പോയി നമ്മുടെ മന്ത്ലി CPRൻ്റെ മുകളിലത്തെ ലൈൻ, അതായത് 18,326 വരെ പോയിട്ട് അവിടെ നിന്നായിരിക്കുമോ റിവേഴ്സലിന് സാധ്യത, അതോ മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേഷൻ ആയിട്ട് നിന്നിട്ട് ഇവിടുത്തെ ഒരു സെല്ലിങ്സ് ഉണ്ട്, അതായത് തൊട്ട് മുമ്പത്തെ ആഴ്ച എവിടെ നിന്നാണോ സെല്ലിങ് തുടങ്ങിയത്, പ്രീവിയസ് വീക്ക് ഹൈയിലാണ് സെല്ലിങ്, അപ്പോൾ അവിടുന്ന് തന്നെ ട്രെൻഡിങ് അടിച്ചിങ്ങ് താഴോട്ട് ഇറങ്ങുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ എനിക്ക് ഒരു ക്ലൂ ഇല്ലാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ CPR വൈസ് ഒന്നും പറയാനില്ല. അതുകൊണ്ട് നമുക്ക് ഡെയിലി വ്യൂസിലോട്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ന് മിസ് ചെയ്ത ഒരു കാര്യവും കൂടെ നോക്കാം. അതായത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. താഴെ നിങ്ങൾ കാണുന്നത് RSI ആണ്. RSI ഒരിക്കലും ലാഗിങ് ഇൻഡിക്കേറ്ററാണ്, പക്ഷേ നമ്മൾ ലീഡിംഗ് ആണ്, പക്ഷേ നമ്മൾ ഒരുപാട് ഫോളോ ചെയ്യത്തില്ല. RSIയിൽ തന്നെ നമ്മൾ കൂടുതലും RSI ഡൈവേർജൻസ് കിട്ടാനാണ് നമ്മൾ കൂടുതലും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യാം. സൂം ഔട്ട് ചെയ്തിട്ട് ഈ ട്രെൻഡ് വരച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. മാക്സിമം ടച്ച് അയക്കുന്ന രീതിയിൽ എല്ലാം കൂടാണ് വരച്ചേക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ ഞാനൊരു 3 പോയിൻ്റ് മുകളിലോട്ട് റെഡും 3 പോയിൻ്റ് മുകളിലോട്ട് സോറി വരച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഈ പോയിൻ്റാണ് നമ്മൾ ടെലഗ്രാമിലൂടെ എല്ലാ ദിവസവും വൈകിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും വളരെ വാലിഡ് ആയിട്ട് ലൈവ് മാർക്കറ്റിൽ അതുമായിട്ട് സിങ്ക് ചെയ്ത് കുറേ ട്രേഡുകൾ എടുക്കാനും നമ്മളെ സഹായിക്കുന്ന കുറച്ച് പോയിൻറ്റ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെല്ലിങ്ങും ബൈയിങ്ങും പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്തിട്ട് അത് CPRുമായിട്ട് ക്ലബ്ബ് ചെയ്ത് കറൻ്റ്ലി ഉള്ള OI ഡേറ്റയായിട്ടും ക്ലബ്ബ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ സെറ്റപ്പിലുള്ള സ്റ്റഡീസ് അതിനകത്ത് ഇൻപുട്ട് ചെയ്തായിരിക്കും നമ്മളിനി ലൈവ് മാർക്കറ്റിൽ കുറേ കാര്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ട് ഇന്നും ഞങ്ങൾ അങ്ങനെ ഓവർ ഒരു നല്ലൊരു പോസിറ്റീവ് സൈനോ കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ലൊരു എൻട്രി പോയിൻറ്റോ കാര്യങ്ങളോ ഒന്നും പറയാത്തതെന്ന് പറഞ്ഞാൽ അത് നമ്മളെടുത്തിട്ട് നിങ്ങൾക്ക് തരാത്തതോ അല്ലെങ്കിൽ നമ്മളെടുത്തിട്ട് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാത്തതോ അല്ല. ആക്ച്വലി നമുക്ക് ഇന്ന് നല്ലൊരു പോയിന്റ് കിട്ടിയിട്ടില്ല, എല്ലാം ഒരു മിക്സ് ക്ലൂ ആയിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു പാസ്റ്റ് ഡേറ്റയെ ബേസ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ളതും ഇനി അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ സാധ്യതയും ഉള്ളതായിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഈ കാണുന്നത്. വളരെ റീസെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് 3 മാത്രമേ ഇവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ പറയുന്നതായിരിക്കും. അതിനകത്ത് ഒന്നാമത്തെ സപ്പോർട്ട് പോയിൻ്റ് ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് എവിടെയാണോ ആ ഒരു ബേസിൽ അതിൻ്റെ താഴോട്ട് വരുന്നതിനെയാണ് ഞങ്ങളൊരു സപ്പോർട്ട് ബേസ് ആയിട്ടും മുകളിലോട്ട് വരുന്നതിനെയാണ് നമ്മളൊരു റെസിസ്റ്റൻറ്റ് ബേസ് ആയിട്ടും പറയുന്നത്. പക്ഷേ അത് സിമ്പിൾ സപ്പോർട്ടും റെസിസ്റ്റൻസും അല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം സിമ്പിൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ആണെങ്കിൽ ഇവിടെ നമ്മൾ സപ്പോർട്ടായിട്ട് കൊടുക്കുമോ? നിങ്ങൾ നോക്കേ, ഇവിടെ എവിടെയാണ് നിങ്ങൾക്ക് ഇത് സപ്പോർട്ടായിട്ട് തോന്നുന്നത്? അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും അല്ലേ റെസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്നത്, ഇവിടെയൊക്കെ അല്ലേ കൊടുക്കത്തുള്ളൂ. പക്ഷേ അവിടെ ഒന്നും കൊടുക്കാതെ സപ്പോർട്ടായിട്ട് കൊടുക്കുന്നത് റെസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്നതും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നില്ല. പക്ഷേ ഈ പോയിന്റിൻ്റെ വാലിഡേഷൻ അറിയണമെങ്കിൽ ഓരോ ദിവസവും മാർക്കറ്റ് തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. ലൈവ് മാർക്കറ്റിൽ ഇത് CPRും ബാക്കിയുള്ള OI ഡേറ്റയായിട്ട് ക്ലബ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ല് ചെയ്യുന്നതും ബൈ ചെയ്യുന്നതും ബൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. സോ ആ ഒരു പോയിന്റാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മാർക്ക് ചെയ്ത് തരുന്നത്. ഓക്കെ, സോ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങളിങ്ങനെ പെട്ടെന്ന് നോക്കേണ്ട, ഇത് നമ്മൾ എല്ലാ ദിവസവും അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഷെയർ ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർട്ടിൽ മുമ്പുണ്ടായിരുന്ന കുറേ മിക്സ്ഡ് സംഭവങ്ങളുണ്ട്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കുന്ന കുറേ സംഭവങ്ങൾ, അത് കട്ടൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഒരു ട്രെൻഡ് നിങ്ങൾ വരച്ചിടുന്നത് നല്ലതായിരിക്കും. ഇത് നിഫ്റ്റിയുടെ കേസാണ് പറയുന്നത്. ഇതിൽ തന്നെ നാളത്തെ വാല്യൂ ഏരിയ ആണ് ഈ പർപ്പിൾ ഏരിയയിൽ കാണുന്നത്, നാളത്തെ CPR ആണ് ഈ ഒരു ബ്ലൂ റെക്റ്റാങ്കിളിൽ കാണുന്നത്. സോ മാർക്കറ്റ് നാളെ ഇതിൻ്റെ അകത്ത് ഈ ഇത്രയും ഏരിയയുടെ അകത്താണ് ഓപ്പൺ ആവുന്നതെങ്കിൽ എഗെയിൻ ഇന്നത്തെ ഈ ഒരു കൺസോൾട്ടേഷൻ നാളെയും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കൂടിപ്പോയ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകും, എന്നിട്ട് ഈ മന്ത്ലി CPR അടിച്ച് വീണ്ടും താഴോട്ട് വരാണെങ്കിൽ ഇവിടുന്ന് അടിച്ച് മുകളിലോട്ട് കയറും. സോ ഇതിൻ്റെ ഇടയിൽ നിന്ന് വേറെ എങ്ങോട്ടേലും ഒന്നും മാർക്കറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് വിത്തിൻ ദ വാല്യൂ ഏരിയ റേഞ്ച്, അതായത് ഇന്നത്തെ ആ ഒരു ഏരിയയിൽ തന്നെ ആണെങ്കിൽ
എഗെയിൻ മാർക്കറ്റ് മെയിനായിട്ട് ഈ ഒരു ട്രെൻഡ് തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ പിടിച്ചുകൊണ്ടിരിക്കത്തുള്ള ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് ട്രെൻഡ് ലീഡ് ചെയ്ത് പോവില്ല. സോ ആ ഒരു ഡയറക്ഷൻ കുറച്ചുകൂടെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ട്രെൻഡും കൂടെ നിങ്ങൾക്ക് വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇതാണ് നിഫ്റ്റിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സെറ്റപ്പിലാണെങ്കിൽ ആക്ച്വലി ബാങ്ക് നിഫ്റ്റി ഇന്ന് നമ്മൾ മിസ് ചെയ്തൊരു ട്രേഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞങ്ങളിത് ശ്രദ്ധിക്കാതെ പോയൊരു ട്രേഡാണ്. ഞാൻ എടുത്തിട്ടില്ല, എന്നാൽ പോലും നമ്മുടെ സ്റ്റുഡൻസിനോ ആൾക്കും ഒരു ട്രേഡ് എടുക്കാതെ നമ്മൾ മിസ് ചെയ്ത് പോയൊരു സംഭവമാണ് RSI ഡൈവർജൻസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഞങ്ങൾ ഇതിന് മുന്നേ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ കാണാമല്ലോ, മാർക്കറ്റ് ഇവിടെ ആയിരുന്നു, അതേ പോയിന്റിൽ തന്നെ മാർക്കറ്റ് വീണ്ടും റീച്ചായി ഇവിടെ എത്തി. അതായത് ഇതേ പോയിന്റിൽ തന്നെ മാർക്കറ്റ് വീണ്ടും എത്തി, അതായത് ഓൾമോസ്റ്റ് ആ ഒരു സെയിം ഏരിയയിൽ തന്നെ എത്തി. പക്ഷേ RSI 89 നിന്ന് അതേ സ്ഥലത്ത് എത്തിയപ്പോൾ 67 വന്നു. ബിക്കോസ് RSI ഏതൊരു ബെയറിഷ് ഡൈവർജൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഇനിയെങ്കിലും ഭാവിയിൽ നിങ്ങൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യമാണ്. അതായത് സ്പോട്ട് ചാർട്ടിൽ സെയിം ഏരിയയിൽ തന്നെ പ്രൈസ് നിൽക്കുകയാണ്, അത് ഏത് ടൈം ഫ്രെയിമിലായാലും. പക്ഷേ RSIയിൽ അതിലൊരു ഡൈവർജൻസ്, ഒരു ബെയറിഷ് ഡൈവർജൻസ് കാണുന്നെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആവാൻ പോകുന്നു, അതായത് മാർക്കറ്റ് അവിടുന്ന് തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. സോ ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ബെയറിഷ് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി എല്ലാവരും അതൊന്ന് വാച്ച് ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ക്ലിയർ സൈൻ തരാതെ നമ്മൾ ചുമ്മാ കിടന്ന് അങ്ങനാവും ഇങ്ങനാവും എന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. ക്ലിയർ സൈൻ തരാത്തതിൻ്റെ റീസൺ വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. മന്ത്ലിയിലുള്ള അവസ്ഥ എന്താണ്, ഇതാണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. മന്ത്ലിയിലുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് കാണാം. ഇതാണ് മന്ത്ലിയിലുള്ള അവസ്ഥ. വീക്കിലിയിലുള്ള അവസ്ഥ ഇതാണ്. രണ്ടും മിക്സ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ വരുവാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സംഭവം എന്തെന്ന് പറഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി CPR കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. അടുത്തൊന്നും ഇങ്ങനൊരു മന്ത്ലി CPR വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അതായത് കണ്ടോ, അതായത് ഈ മാസം നല്ല ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി ട്രെൻഡായിരിക്കും ബാങ്ക് നിഫ്റ്റി, ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. നല്ല അടിപൊളി ട്രെൻഡായിരിക്കും. ബട്ട് അതേത് സൈഡിലോട്ടുള്ളെന്നുള്ള കാര്യം നമ്മൾ മസ്റ്റായിട്ടൊന്ന് വാച്ച് ഔട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈൻ നമുക്ക് ആദ്യം ഒന്ന് തരട്ടെ. നല്ല രീതിയിൽ ഒരു സൈൻ തന്നതിന് ശേഷം, ഫോർ എക്സാമ്പിൾ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഈ വീക്കിൽ തന്നെ നല്ല രീതിയിൽ മാക്സിമം പോകാൻ സാധ്യതയെന്ന് പറഞ്ഞാൽ ഇവിടം വരാണ്. പക്ഷേ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ ഈ മാസം മൊത്തം നല്ലൊരു റൈഡ് അടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എഗെയിൻ ഞാൻ പറയാണ്, നമ്മുടെ മാഗ്നറ്റ് ട്രേഡ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ഔട്ട് ചെയ്യുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും കൂടുതലും നമുക്ക് ഈ ഒരു മാസം മാഗ്നറ്റ് ട്രേഡ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. കാര്യം എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ ട്രെൻഡിങ് ആവാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് ഈ ഒരു മാസം. ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ ഫിൻ നിഫ്റ്റിയിലും. സോ ഈ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും വളരെയധികം ട്രെൻഡിങ് ആണ്. ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്? ഷുവറായിട്ട് നമ്മുടെ നിഫ്റ്റിയും അങ്ങോട്ടല്ലേ പോകത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു ഡിസിഷനോ കാര്യങ്ങളോ എടുക്കേണ്ട, ഒരു ഓവർനൈറ്റ് പൊസിഷനോ എടുക്കേണ്ട. ആദ്യം നമുക്ക് മാർക്കറ്റ് ഒരു ക്ലാരിറ്റി തരട്ടെ. സാധാരണ വർഷങ്ങളിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് നടക്കുന്നത് പോലെ നമുക്കൊരു സാന്താക്ലോസ് റോലി നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് തരുന്ന ഒരു കാര്യവും തരാതെ ഒരു മിക്സ്ഡ് ക്ലൂ ആയിട്ട് ഒരു അൺസർട്ടനിറ്റി സെറ്റപ്പിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അതിൽ നിന്ന് കറക്റ്റായിട്ടൊരു ഡയറക്ഷൻ കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഭീകരമായിട്ട് ഒരു കാര്യവും പറയുന്നില്ല. മാക്സിമം ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കാം. പക്ഷേ സാധാരണഗതിയിൽ പറയുന്നത് പോലെ തലേന്ന് ഒരു പ്രഡിക്ഷനായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ റീസണാണ് ഞാനീ പറഞ്ഞത്. സോ നമ്മൾ ആ പറയുന്ന പോയിൻറ്റ്സ് എല്ലാം നിങ്ങളൊന്ന് വാച്ച് ഔട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്സ് ഞാൻ പറഞ്ഞുതരാം. ആ സ്റ്റോക്സ് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കുക. ഒന്നാമത്തത് അംബുജ സിമെൻറ്റ്. അതിൻ്റെയും നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും സോൺ ഞങ്ങൾ മാർക്ക് ചെയ്യാനിടാനായിട്ട് ശ്രമിക്കാം. അല്ലാത്ത പക്ഷമാണെങ്കിൽ പോലും ഇത് നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. ഇതെല്ലാം നല്ല നാരോ CPR ആയിരിക്കും, അല്ലെങ്കിൽ തന്നെ നല്ലൊരു ട്രെൻഡിങ് ആവാൻ സാധ്യതയായിട്ട് നിൽക്കുന്ന ഒരു പോയിൻറ്റ്സ് ആണ് ഇതെല്ലാം. ഐ മീൻ സ്റ്റോക്സ് ആണ് ഇതെല്ലാം. 1 അംബുജ സിമെൻറ്റ്സ്, 2 ഐഷർ മോട്ടോഴ്സ്, 3 ഡാബർ, 4 SBI കാർട്ട്. ഈ പറയുന്ന 4 സ്റ്റോക്സും നിങ്ങളൊന്ന് വാച്ച് ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബാക്കി ക്ലിയർ കട്ടായിട്ട് ഒരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതാണ്. വെറുതെ ഒരു വീഡിയോ ഇട്ട് വെറുതെ കുറേ തെറ്റായിട്ടുള്ള ലീഡ് നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ല. സോ കറക്റ്റ് ഒരു എൻട്രിയോ കറക്റ്റ് ഒരു സെറ്റപ്പോ കറക്റ്റ് ഒരു ലോജിക്കോ കിട്ടുന്നത് വരെ നമ്മൾ
നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാക്സിമം ലൈവ് മാർക്കറ്റിൽ നമ്മുടെ ടെലഗ്രാമായിട്ടുള്ള നിങ്ങൾക്കറിയാൻ താണ്ട് ഇവിടെ കാണാം ദ സീക്രട്ട് പിവറ്റ് ബൈ മുഹമ്മദ് നജീം നാസർ എന്ന് പറയുന്ന ഈ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ആവുക. അതാ എല്ലാ ദിവസവും അപ്പോൾ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മളാൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. മാക്സിമം ജോയിൻ ആവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കൂടുതൽ ക്ലാരിറ്റി ആയിട്ടുള്ള വ്യൂ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മളൊരു ട്രേഡിലായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.